ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് യു മീൻ ബൈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നോക്കൂ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്ലോസ് ഓഫ് ഫണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ ടു ഡേറ്റ്സ്. ഇറ്റ് ടെൽ അസ് ഫ്രം വേർ ഫണ്ട്സ് ഹാവ് കം ആൻഡ് വേർ ഫണ്ട്സ് ഹാവ് ഗോൺ. എന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്ലോസ് ഓഫ് ഫണ്ട്. ബിസിനസ്സിലെ ഫണ്ടിൻ്റെ ഫ്ലോസിനെ, അതായത് ഫണ്ടിൻ്റെ മൂവ്മെൻറ്റിനെ, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ഒരു ഭാഗത്ത് നിന്ന് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെ, ഓക്കെ, അത് ബിസിനസ്സിലേക്ക് ഫണ്ട് ഇങ്ങോട്ട് വരുന്നതും ആവാം, ബിസിനസ്സിൽ നിന്ന് ഫണ്ട് ചിലവഴിക്കുന്നതുമാവാം, ഫണ്ട് ഇൻഫ്ലോ ആവാം, ഫണ്ട് ഔട്ട്ഫ്ലോ ആവാം. ഓക്കെ, ഏതായാലും ഫണ്ടിൻ്റെ ഫ്ലോസിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് വ്യത്യസ്ത ഡേറ്റിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. 2018 1 ലക്ഷമായിരുന്നു ഷെയർ ക്യാപിറ്റലെങ്കിൽ 2019 അത് 2 ലക്ഷമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 2018 നിന്നും 2019 ആയപ്പോഴേക്ക് 1 ലക്ഷം രൂപയുടെ അധികം ഷെയർസ് ഇഷ്യൂ ചെയ്ത്, അത് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ അധികം ഷെയർ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് വന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ ബിസിനസ്സിൽ നിന്ന് പോകുന്ന ഫണ്ട് പോകുന്ന അവസ്ഥയും ഉണ്ടാക്കാം. ചുരുക്കി പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത ഡേറ്റുകളിലെ ഫണ്ടിൻ്റെ ഒഴുക്കിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഫണ്ട് ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫണ്ട് ഫ്ലോ മീൻസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫണ്ട് ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആവശ്യത്തിന്, ദൈനംദിന നടത്തിപ്പിന് ആവശ്യമായ ഫണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റലിന് എത്രയാണോ ബിസിനസ്സിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക്, ഡേ ടു ഡേ ആക്ടിവിറ്റീസിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി എന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങിൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന്. ഒന്ന്, ടു സേർവ് ആസ് എ ടെക്നിക് ഓഫ് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പ്രധാനമായിട്ട് ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ ഫണ്ട് ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കായിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്, ടു നോ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദയർ കോസസ്. ഇതിലൂടെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടതാണ്, വർക്കിംഗ് ക്യാപിറ്റലിലുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞോ, അതുപോലെ തന്നെ ആൻഡ് ദയർ കോസസ്, എന്തുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്നത്, കൂടിയെങ്കിൽ കൂടി അല്ലെങ്കിൽ കുറഞ്ഞെങ്കിൽ കുറഞ്ഞു, എന്തുകൊണ്ട് കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു, അതിൻ്റെ റീസൺ കണ്ടെത്താനും സഹായകരമാകുന്നു. അടുത്തത്, ടു റിവീൽ ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ബിസിനസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ ഷോർട്ട് ടേം ഫിനാൻസ് ആണ്, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്കുള്ള ഷോർട്ട് ടേം ഫിനാൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം നീഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ വീക്ക്നെസ്സും എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. അടുത്തത്, ടു ആൻറ്റിസിപ്പേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പൊസിഷൻ എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, ഊഹിക്കാം. ഓക്കെ, അടുത്തത്, ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ബജറ്റിംഗ്. നമുക്ക് ബജറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ട് ഒരു സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബജറ്റ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വർഷത്തിലേക്കുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട്, നിലവിലുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അതാണ് ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ബജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത്
അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്താണ്, പ്രാധാന്യം അല്ലെങ്കിൽ ബെനഫിറ്റ്, ഉപകാരം എന്നൊക്കെ പറയാം. ഓക്കെ, എന്തൊക്കെയാണ് എന്നുള്ളതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ പോയിൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെയാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഉപകാരം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ്? ഒന്ന്, ഷെയർ ഹോൾഡേഴ്സാണ് ഒന്നാമത്തെ പാർട്ടി. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ പാർട്ടിയാണ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അവരെ നമ്മൾ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്ന് പറയും. ഓക്കെ, കമ്പനികളാവുമ്പോൾ നമ്മൾ അവരെ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുക. പാർട്ണർഷിപ്പ് ആകുമ്പോൾ നമ്മൾ അവരെ പാർട്ട്നേഴ്സ് എന്ന് പറയും. ഓക്കെ, സോൾ ട്രേഡിംഗ് ആണെങ്കിൽ, അതായത് ഒരാൾ ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ സോൾ ട്രേഡർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കമ്പനികളിൽ അതിൻ്റെ ഓണേഴ്സ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുക. ഷെയർ ഹോൾഡേഴ്സ് എന്തിനാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ടു നോ ദ ഏണിംഗ് കപ്പാസിറ്റി, അതുപോലെ ഡിവിഡൻഡ് പേ ഓഫ് കമ്പനി. അതായത് ഞാൻ ചുരുക്കിയിട്ടാണ് ആ പോയിന്റ് എഴുതിയിട്ടുള്ളത്. അതായത് ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അവരെന്തിനാണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടാൻ. അപ്പോൾ അവർക്ക് ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി എത്രയാണ്, ബിസിനസ് എത്രത്തോളം ഡിവിഡൻഡ് അവർക്ക് കൊടുക്കും, അല്ലേ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതം എത്രത്തോളം അവർക്ക് കൊടുക്കാൻ വേണ്ടി ബിസിനസ്സിന് കഴിയും എന്നതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. കാരണം അവർ ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് ടു ക്രെഡിറ്റേഴ്സ് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് കടം തന്നിട്ടുള്ള ആളുകളാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് സാധാരണയായിട്ട് സാധാ കടം തന്നിട്ടുള്ള ആളുകൾ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരിൽ നിന്നും നമ്മൾ പണം കൈപ്പറ്റും. ചുരുക്കി പറഞ്ഞാൽ രണ്ടു പേരും കടം തന്നതുപോലെ തന്നെയാണ് നമുക്ക് ബിസിനസ്സിനെ സംബന്ധിച്ചോളം ബാധ്യതയാണ്. അവരുടെ പണം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിനാവുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതുണ്ട്. എന്നാണോ അവരത് നമ്മൾ തിരിച്ചു വാങ്ങുന്നത്, ആ ഡിബഞ്ചറുകൾ നമ്മൾ തിരിച്ചു വാങ്ങുന്നത് എന്നാണോ അതുവരെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് കടം തരുന്ന ക്രെഡിറ്റേഴ്സ് ആയാലും ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയാലും അവർ എന്തിനാണ് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ടു നോ ദ കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് ലോൺ എമൗണ്ട്. അവരിൽ നിന്ന് വാങ്ങിയ ലോണും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും അടക്കാനുള്ള ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി, ബിസിനസ്സിന് ലാഭകരമാണോ, ബിസിനസ്സിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടോ, ബിസിനസ്സിന് ഇൻട്രസ്റ്റ് അടക്കാൻ കഴിയോ? ഓക്കെ, ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ ബിസിനസ്സിന് ഫണ്ട് തരുമ്പോൾ അവരുടെ എമൗണ്ട് തിരിച്ചടക്കാൻ ബിസിനസ്സിന് കഴിയോ എന്നുള്ളത് അറിയാൻ അവർ താല്പര്യപ്പെടുമല്ലോ. ഓക്കെ, അടുത്തത് ടു മാനേജ്മെൻറ്റ് എന്തിനാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഒന്നെന്താണ്, ഫോർ പ്ലാനിങ്, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതോ ടു എസ്റ്റിമേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ബിസിനസ്സിന് എത്രത്തോളമാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ളത് എന്ന് എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. എന്താ പറയുക, എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും മലയാളം പറയൽ കണക്കാക്കുക, തിട്ടപ്പെടുത്തുക എന്നൊക്കെ പറയും, അല്ലേ? നമ്മൾ ഏകദേശം ഒരു ഊഹം വെച്ച് കണ്ടെത്തുമല്ലോ. അതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കും. അടുത്തത് എന്ത് ചെയ്യും, ടു ടേക്ക് ഡിസിഷൻസ്, പല തീരുമാനങ്ങൾ എടുക്കാനും ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തൊക്കെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റേഷൻസ്, പോരായ്മകൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഒന്നാമത്തത് ഇറ്റ് ഈസ് ഓൺലി റീഅറേഞ്ച് ഓഫ് ഡാറ്റ ഗിവൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ അനാലിസിസിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡാറ്റ റീഅറേഞ്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അനാലിസിസിനും വേണ്ടിയിട്ട്, വിശകലനം ചെയ്യുന്നത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫർമേഷൻ അനാലിസിസിന് എളുപ്പമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിലാകെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ റീഅറേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓൺലി ഒരു റീഅറേഞ്ച് മാത്രമാണ്, ഒന്ന് രൂപം മാറ്റുന്നു എന്നത് മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെ പറയാൻ കാരണം, ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് നമ്മൾ അനാലിസിസ് രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളെ കയ്യിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റുണ്ടെങ്കിൽ നമ്മുടെ അനാലിസിസിലും തെറ്റുണ്ടാകും. അല്ലാതെ അതിലുള്ള തെറ്റ് പരിഹരിച്ചുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്ന അനാലിസിസ് നടത്തുന്നത്.
നമ്മുടെ കയ്യിൽ എന്ത് ബാലൻസ് ഷീറ്റാണോ എന്ത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടാണോ ഉള്ളത് അതിനെ നേരെ നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസിന് എളുപ്പമാകുന്ന രൂപത്തിലേക്ക് മാറ്റും. ഓക്കെ, അതിലുള്ള തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അനാലിസിസിനെയും ബാധിക്കും. അതുകൊണ്ടാണ് നോട്ട് ഒറിജിനൽ, ഇതൊരു ഒറിജിനൽ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഇറ്റ് കനോട്ട് റിവീൽ കണ്ടിന്യൂസ് ചേഞ്ചസ്. നമ്മുടെ ബിസിനസ്സിൽ വരുന്ന തുടരെ വരുന്ന ചേഞ്ചുകളൊന്നും അതിൽ കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷമാകുമ്പോഴേക്കും എന്ത് മാറ്റം എന്നതേ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡേ ടു ഡേ ദൈനംദിനം വരുന്ന ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ബിസിനസ്സിൽ നമുക്കറിയാമല്ലോ ഓരോ ദിവസങ്ങളിലും ഓരോ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അതൊന്നും നമുക്ക് ഇതിൽ കാണിക്കാൻ കഴിയില്ല. അടുത്തത് നോട്ട് ടേക്കിംഗ് ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ഡു നോട്ട് എഫക്റ്റ് ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യാത്ത മറ്റു ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അടുത്തത് ഇറ്റ് ഡസ് നോട്ട് റിവീൽ ദ ക്യാഷ് പൊസിഷൻ ഓഫ് എ ഫേം. ഇത് ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ മാത്രമാണ് കാണിക്കുന്നത്, ക്യാഷ് പൊസിഷൻ കാണിക്കുന്നില്ല. അടുത്തത് ഇറ്റ് ഡസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബാലൻസ് ഷീറ്റ്. ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്കൊരു ബാലൻസ് ഷീറ്റിനോ അല്ലെങ്കിൽ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനോ പകരം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇതുണ്ടാക്കിയാലും ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാക്കൽ നിർബന്ധം തന്നെയാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് ഉപയോഗിച്ചാൽ പല തീരുമാനങ്ങളും പല പ്ലാനുകളും പല ഡിസിഷൻസും എടുക്കാൻ വേണ്ടി ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കും. എന്ന് വെച്ച് ഇതൊരു ബാലൻസ് ഷീറ്റിനോ അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അതിന് പകരം വെക്കാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പോരായ്മകളായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.